പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ചിത്രം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചിരുന്നു. ആ ഒരു ചിത്രം ഷെയ്ഡ് ചെയ്യണമെങ്കിൽ എന്താണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഒരു ചിത്രം ഷെയ്ഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ ലൈറ്റ് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നതാണ് വളരെ എളുപ്പം. എന്നാൽ ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും ലൈറ്റ് വരുന്നതായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ലൈറ്റ് വരുന്ന രീതിയിലും ഒരു ചിത്രത്തെ ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, സർഫസ് എന്നിവ അനുസരിച്ചായിരിക്കും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വരുന്നത്. എന്നാലും എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് എന്താണ് ലൈറ്റിംഗ് പാറ്റേൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ഇത് ഒരു ഏറ്റത്താഴ്ചകളില്ലാത്ത, അതായത് ഉയർച്ചകളോ താഴ്ചകളോ ഇല്ലാത്ത ഒരു പരന്ന സർഫസാണ്, ഒരു സ്ക്വയർ ആയിട്ടുള്ള സർഫസാണ്. ഈ ഒരു സർഫസിൻ്റെ റൈറ്റ് സൈഡ് മുകളിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് വരുന്ന ഭാഗം ലൈറ്റായിട്ടും അതിനുശേഷമുള്ള ഭാഗം പതിയെ ഡാർക്കിലേക്കും പോകുന്നു. ആക്ച്വലായിട്ടുള്ള ആ ഒരു പിക്ചറിൻ്റെ കളർ എന്ന് പറയുന്നത് നീലയാണ്. എന്നാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം സ്റ്റാർട്ടിങ്ങിൽ വളരെ വൈറ്റായിട്ടുള്ളൊരു കളറായിട്ടും ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുമ്പോൾ ഡാർക്കായിട്ടുള്ള കളറുമായിട്ടാണ് ഇവിടെ കാണുന്നത്. ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇതിലൂടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചിത്രത്തെ നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ നോക്കിയത് ഉയർച്ചകളോ താഴ്ചകളോ ഇല്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസിലുള്ള ഷെയ്ഡിംഗ് ആണ്. എന്നാൽ അതേസമയം ഉയർച്ചകളും താഴ്ചകളുമുള്ള ഒരു ഗോളാകൃതിയിലുള്ള സർഫസിൽ, അതായത് ഒരു സ്പിയറിൽ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ചുവന്ന നിറത്തിലുള്ള ഒരു സ്പിയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ചുവപ്പ് നിറത്തിലുള്ള സ്പിയർ ആണെങ്കിലും അവിടെ തന്നെ പലതരത്തിലുള്ള ചുവപ്പിൻ്റെ വേരിയേഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് വൈറ്റിനോട് സാദൃശ്യമുള്ള ഒരു റെഡ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള റെഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗോളാകൃതിയിലുള്ള ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, അതായത് ലൈറ്റ് ആദ്യം പതിക്കുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റായിട്ട് കാണുന്നത്. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ഗോളാകൃതിയിലായതുകൊണ്ട് തന്നെ വശങ്ങളിലേക്കും സെൻറ്ററിലേക്കും പോകുമ്പോൾ പതിയെ അത് ഡാർക്കിലേക്ക് പോകുന്നു. ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും ആ ഡാർക്ക് പതിയെ വീണ്ടും ലൈറ്റിലേക്ക് പോകുന്നു. ഇതിൻ്റെ കാരണം അതിൻ്റെ റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഗോളാകൃതിയിലുള്ള ഒബ്ജക്റ്റ് അതിൻ്റെ ലൈറ്റ് വരുന്ന സോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒബ്ജക്റ്റിൻ്റെ സർഫസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ വളരെ പരിപരിച്ചതായിട്ട്, അതായത് റഫായിട്ടുള്ള സർഫസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ, കല്ലുകളോ അല്ലെങ്കിൽ മറ്റ് സ്റ്റോണുകൾ പോലുള്ള റൗണ്ടായിട്ടുള്ള ഒബ്ജക്റ്റോ ആണെങ്കിൽ ഇത്രത്തോളം റിഫ്ലക്ഷൻ ഉണ്ടാകില്ല. അതേസമയം സിൽവർ, സ്റ്റീൽ, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഗോളാകൃതിയിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അടുത്തതായി വരുന്നത് സിലിണ്ടർ ഒബ്ജക്റ്റ് ആണ്. സിലിണ്ടർ ഒബ്ജക്റ്റിലും സ്പിയർ ഒബ്ജക്റ്റിൻ്റെ ഏകദേശം ആ ഒരു പാറ്റേണിൽ വരുന്ന ഷെയ്ഡുകളാണ് വരുന്നത്. ലൈറ്റ് വരുന്ന സൈഡിൽ ലൈറ്റായിട്ടും ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റും ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ ലൈറ്റ് വരികയാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ലൈൻസും കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടെ അവിടെ വരുന്നത് കൊണ്ടാണ് എക്സ്ട്രാ ഒരു ലൈൻ കൂടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അത് ഗ്രാജുവലി ആയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഡാർക്കിലേക്ക് പോവുകയും പിന്നെ ഒരു റിഫ്ലക്ഷൻ അവിടെ കാണിക്കുകയും ചെയ്യുന്നു. അതിനാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ഈ ഷെയ്ഡിങ് പാറ്റേൺ നേരെ തിരിഞ്ഞു വരും. നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ചിത്രങ്ങളും തന്നെ സിമ്പിളായിട്ട് ഷെയ്ഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് സ്പീഡിലേക്ക് വരുമ്പോൾ 3 ഡയറക്ഷനിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഹൈലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും ഷാഡോയും മാറുന്നതെന്ന് നമുക്കിപ്പോൾ ഒന്ന് വരച്ച് നോക്കാം. 3 സർക്കിൾസിൻ്റെയും താഴ്ഭാഗത്തായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് അത് ഇരിക്കുന്ന സർഫസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ സർക്കിളിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നതായും, രണ്ടാമത്തെ സർക്കിളിൽ മുകളിൽ നിന്ന് ലൈറ്റ് വരുന്നതായും, മൂന്നാമത്തെ സർക്കിളിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നതുമായിട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സ്പിയർ ഷെയ്ഡ് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന പിക്ചറിൽ ഒരിക്കലും ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നത്. ഒന്നാമത്തെ സർക്കിളിൽ
ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ വരച്ച സർക്കിളിൻ്റെ ഡിവൈഡ് ചെയ്ത പാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലാണ് ഹൈലൈറ്റ് വരുന്നത്. ആ സർക്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വരുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർക്ക്നെസ് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിൽ ഞാനിപ്പോൾ ആരോ മാർക്ക് ചെയ്ത് ഡി എന്ന് മാർക്ക് ചെയ്ത ഭാഗത്താണ് വരുന്നത്. അവിടെയാണ് കൂടുതലായിട്ട് ഡാർക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇത് പലർക്കും തിരിഞ്ഞു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ സർക്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അവിടെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത റിഫ്ലക്റ്റഡ് ലൈറ്റിനെ കവർ ചെയ്തുകൊണ്ടാണ് ഷാഡോ വരുന്നത്. ഷാഡോ പലപ്പോഴും പല രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. കാരണം ലൈറ്റിൻ്റെ ഹൈറ്റ് മുകളിലേക്കോ താഴേക്കോ പോകുന്നതനുസരിച്ച് ഷാഡോയുടെ വലുപ്പം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു രീതിക്കാണ് മാർക്ക് ചെയ്യുന്നത്. അടുത്തതായി നോക്കേണ്ടത് ചെയ്യേണ്ട ഷെയ്ഡിംഗ് പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ ഗോളാകൃതിയിലേക്ക് ഉപയോഗിക്കുന്നത് സ്ലാൻഡിങ് ലൈൻസ് ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന സ്ലാൻഡിങ് ലൈൻസ് ആണ്. അതുപോലെ തന്നെ ഷാഡോയിൽ ഉപയോഗിക്കുന്നത് സർഫസിന് പാരലായിട്ടുള്ള ലൈൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടോപ്പ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോഴുള്ള ഒരു ലൈറ്റിംഗ് പാറ്റേൺ ആണ്. ടോപ്പ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത ആ ഒരു സർക്കിളിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഹൈലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ രീതി അനുസരിച്ച് അതിൻ്റെ സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലുമാണ് ഡാർക്ക് ഫോക്കസ് ചെയ്യുന്നത്. സെൻറ്ററിലും ഡാർക്ക് ഫോക്കസ് ചെയ്യുന്നു. ഹൈലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെൻറ്റർ ലൈൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഈക്വലായിട്ട് വരുന്ന രീതിക്കാണ് റിഫ്ലക്റ്റഡ് ലൈറ്റും ഫോക്കസ് ചെയ്യേണ്ടത്. റിഫ്ലക്റ്റഡ് ലൈറ്റിനെ കവർ ചെയ്തുകൊണ്ടാണ് ഷാഡോയും വരുന്നത്. ലൈറ്റ് വരുന്നതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് അനുസരിച്ച് ഷാഡോയിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അടുത്തതായി നോക്കാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ എങ്ങനെ അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺസ് അറേഞ്ച് ചെയ്യണമെന്നാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്തത് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്. ഹൈലൈറ്റ് വരുന്നത് ഏറ്റവും മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബോക്സിലാണ് ഹൈലൈറ്റ് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോർണർ ഏരിയയിലാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്യാപ്പിൽ വരുന്ന സെൻറ്റർ ഏരിയയിലാണ് ഡാർക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഡാർക്ക് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ മുകളിലേക്കും താഴേക്കും ഷെയ്ഡ് പോകുമ്പോൾ അത് ലൈറ്റായിട്ടാണ് പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലക്റ്റഡ് ലൈറ്റിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കണം ഷാഡോയും വരേണ്ടത്. ഇവിടെ നമുക്ക് തിരിച്ച് സ്ലാൻഡിങ് ലൈൻസാണ് ഉപയോഗിക്കുന്നത്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന സ്ലാൻഡിങ് ലൈൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്ലാൻഡിങ് ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് മാത്രം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ പെൻസിൽ ബാലൻസിങ് നന്നായിട്ട് കിട്ടാനും പിക്ചറിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇറഗുലർ ലൈൻസ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ പിക്ചറിന് കിട്ടുകയില്ല. എന്തായാലും നമുക്കിനി അടുത്ത് ഷെയ്ഡിങ്ങിലേക്ക് പോകാം. ഷെയ്ഡിങ് ചെയ്യാനായി ഞാൻ ഉപയോഗിക്കുന്നത് ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. HP മുതൽ 10B വരെയുള്ള പെൻസിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കുന്ന എല്ലാ ചിത്രത്തിലും ഈ ഒരു പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ എല്ലായ്പ്പോഴും നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഒരുപാട് സ്പ്രെഡ് ആകാതെ ഷാർപ്പായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഷാർപ്പായിട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്പിയർ ഷേപ്പ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന പിക്ചർ എപ്പോഴും വളരെ ലൈറ്റായിട്ട് മാത്രം വരയ്ക്കുക. കാരണം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡാർക്ക് വേണ്ടിടത്ത് മാത്രം ഡാർക്കായിട്ട് വരയ്ക്കുകയും ലൈറ്റായിട്ട് വരയ്ക്കേണ്ടത് ലൈറ്റായിട്ട് വരയ്ക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രത്തോളം ലൈറ്റായിട്ട് പിക്ചർ സ്കെച്ച് ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം റെഫറൻസ് ലൈൻസ് എല്ലാം തന്നെ ഒഴിവാക്കുക. ഞാൻ നേരത്തെ വരച്ച് കാണിച്ച സർക്കിൾസോ കർവുകളോ അല്ലെങ്കിൽ സെൻട്രൽ ലൈനുകളോ ഒന്നും തന്നെ ഇവിടെ വരച്ചിട്ടില്ല. അതൊന്നും വരയ്ക്കാതെയാണ് ഞാൻ ഷെയ്ഡിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വളരെ വളരെ ലൈറ്റായിട്ട് മാത്രമേ നിങ്ങൾ വരയ്ക്കുവാൻ പാടുള്ളൂ. ആദ്യമായി ഞാൻ ഉപയോഗിക്കുന്നത് HB പെൻസിലാണ്. HB പെൻസിൽ ഉപയോഗിച്ചാണ് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ എവിടെയാണോ ഡാർക്ക് എവിടെയാണോ ലൈറ്റ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് മാത്രം വരയ്ക്കുക. അതായത് നമ്മുടെ സ്പിയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്കോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കോ മാത്രമേ ലൈൻസ് വരയ്ക്കാവൂ. ഓരോ തവണയും പെൻസിൽ എടുത്തുകൊണ്ട് തന്നെ സിംഗിൾ ലൈൻ ചെയ്ത് വരയ്ക്കാനും ശ്രദ്ധിക്കുക. ഏറ്റവും മുകളിൽ വളരെ വളരെ ലൈറ്റ് ആയതുകൊണ്ട് പെൻസിൽ വളരെയധികം പ്രഷർ കുറച്ചുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എഡ്ജുകളിനോട് ചേർന്ന് ചെറുതായിട്ട് ഡാർക്ക് കൂട്ടാം. അതുപോലെ തന്നെ ആവശ്യമനുസരിച്ച് നമുക്ക് പെൻസിലുകൾ മാറ്റി ഉപയോഗിക്കാം. ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് HB ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് 2B ആണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഞാനിവിടെ പറയാം. നിങ്ങളിപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് ലൈൻസ് വരയ്ക്കുമ്പോൾ ലൈൻസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചേഞ്ച് ആവുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗ്ഗം, ആദ്യമേ തന്നെ കുറച്ച് റെഫറൻസ് ലൈൻസ് ടോട്ടലി ഒന്ന് വരയ്ക്കുക. വളരെ ലൈറ്റായിട്ട് ഡയറക്ഷൻസ് ചേഞ്ച് ആകാതെ ഫുൾ ലെങ്ത് ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം ഷോർട്ട് ലൈൻസ് എവിടെയാണോ വേണ്ടത് അവിടെ ഷോർട്ട് ലൈൻസും, ലോങ് ലൈൻസ് എവിടെയാണോ വേണ്ടത് അവിടെ ലോങ് ലൈൻസും വരച്ച് മുന്നോട്ടേക്ക് പോവുക. ഇനി നിങ്ങൾ കൂടുതലായും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണുള്ളത്. ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയാണ്. എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഷെയ്ഡുകളോ ലൈറ്റിംഗ് പാറ്റേണുകളോ വരുന്ന ഏരിയ വരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്രയും നേരം ഉപയോഗിച്ചത് ലൈറ്റ് പെൻസിൽ നിന്ന് ഡാർക്ക് പെൻസിലിലേക്കാണ്. അവസാനം ഉപയോഗിച്ച 8B ഉപയോഗിച്ചപ്പോഴത്തേക്കും നമ്മുടെ പിക്ചർ ഒരു റഫ് ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഉപയോഗിക്കുന്നതെല്ലാം ഡാർക്ക് പെൻസിലിൻ്റെയും ലൈറ്റ് പെൻസിലിൻ്റെയും മിക്സിംഗ് ആണ്. ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് അത്യാവശ്യം ഡാർക്ക് കൊടുത്തതിന് ശേഷം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് പെൻസിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ പിക്ചർ ബ്ലെൻഡിങ് മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ബ്ലെൻഡിങ്ങിലേക്ക് പോകും. അത് ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അത്രത്തോളം ശ്രദ്ധിച്ച് ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് HBയും 2Bയും ഉപയോഗിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അവസാനമായി ഷാഡോയിലേക്ക് മാത്രമാണ് 10B പെൻസിലൂടെ ഉപയോഗിച്ചത്. മറ്റെല്ലാ ഏരിയയിലും 8B വരെയുള്ള പെൻസിലുകളാണ് ഉപയോഗിച്ചത്. ഷാഡോയുടെ ബേസിൽ മാത്രമാണ് അത്രയും ഡാർക്ക് വരുന്നത്. ബേസിന് ശേഷം വരുന്ന ഏരിയ ലൈറ്റ് ഏരിയയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ലൈറ്റിൻ്റെ ഹൈറ്റ് വേരിയേഷൻ വരുന്നതനുസരിച്ച് ഷാഡോയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പേപ്പർ വച്ചതിന് ശേഷമാണ് പിക്ചറിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ഒരു ഗ്രാഫൈറ്റ് നമ്മുടെ കയ്യിലായി ബുക്കിലെങ്ങും സ്പ്രെഡാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു പേപ്പർ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് സ്പ്രെഡാകാതെ വളരെ ക്ലിയറായിട്ട് നമ്മുടെ പിക്ചറിനെ വരയ്ക്കാൻ സാധിക്കും. ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവിടേക്കാണോ ഗ്യാപ്പ് ഉള്ളത് അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡാർക്ക് വേണമെങ്കിൽ മാത്രം ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഗ്യാപ്പ് ഫില്ലിംഗ് മാത്രം ചെയ്ത് പിക്ചറിനെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ പിക്ചർ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ സമയം കൊണ്ടെടുത്ത് വരച്ച ഈ ചിത്രത്തെ കേവലം 10-15 മിനിറ്റ് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് സമയമെടുത്ത് ഷെയ്ഡ് ചെയ്താലായിരിക്കും ഇത്രത്തോളം പെർഫെക്റ്റായിട്ട് ഷെയ്ഡ് കിട്ടുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിത്രത്തെ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ വരച്ച് പഠിക്കാൻ നോക്കുക. കൂടുതൽ വരച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ടൈമും നമുക്ക് റെഡ്യൂസ് ചെയ്ത് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്